മഴത്തോരു മുൻപേ എന്ന പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആശുപത്രിയിൽ നിന്നും കടപ്പാട്ടൂരിലേക്ക് മടങ്ങിയെത്തിയ ബബിത പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടവളായി വീണ്ടും മരണത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ അലീന അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വഴിയിലേക്ക് അവൾ ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അലീന പോയാൽ അവൾ ജീവൻ ഒടുക്കും എന്നുള്ളത് തന്നെയായിരുന്നു. ബബിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവൾ തുറന്നു പറയുന്നില്ല ആരോടും. പകരം താൻ ആ ഒരു ഹീനകൃത്യം ചെയ്യുവാൻ തയ്യാറായി തീർന്നത് ആ വീട്ടിൽ തന്നെയുള്ള പലരുടെയും സ്വഭാവം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണ്. അതായത് ആ വീട്ടിലുള്ള എല്ലാവരും കള്ളന്മാരും കള്ളികളുമാണ്. അച്ഛൻ കള്ളനാണ്, അമ്മ കള്ളിയാണ്, രോഹിത് കള്ളനാണ്, മനുശങ്കറും കള്ളനാണ്, എന്തിനേറെ അലീന പോലും കള്ളിയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും എന്നോട് മാത്രം എല്ലാം മറച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അലീന ചേച്ചി എവിടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം പോലും പറയാതിരുന്നത്. അലീന ചേച്ചിക്ക് ഈ വീടുമായി എന്തോ ബന്ധമുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അച്ഛനും രോഹിത്തേട്ടനും മനുവേട്ടനും ഒന്നും എത്ര ചോദിച്ചിട്ടും ഇതേപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ അവർക്കെല്ലാം അറിയാം. എല്ലാവരും എൻ്റെ മുൻപിൽ കള്ളത്തരങ്ങൾ മാത്രമാണ് കാട്ടുന്നത്. ചുരുക്കത്തിൽ ഈ ആൾക്കാരുടെയൊക്കെ നേരും നെറിയും ഇല്ലായ്മയാണ് ജീവിതത്തോട് തനിക്ക് മടുപ്പ് തോന്നുവാൻ കാരണമായി തീർന്നത് എന്നുള്ളൊരു സന്ദേശം അവൾ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതേപ്പറ്റിയുള്ള അലീനയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളുമായി വീണ്ടും പ്രതിരോധത്തിൽ ഊന്നുകയാണ്. തുടർന്ന് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അലീന പറയുന്നുണ്ട്, മോളെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ഈ ലോകത്തുള്ള പല മനുഷ്യരും. പല കാര്യങ്ങളും പുറത്തു പറയുവാൻ കഴിയാതെ മറച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. കാരണം ജീവിത സാഹചര്യങ്ങൾ പലരുടെയും പലതാണ്. എൻ്റെ കാര്യം തന്നെ നോക്ക്, ഞാനൊരു അനാഥയായിട്ട് 23 വർഷം ജീവിച്ചവളാണ്. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, എനിക്ക് എല്ലാവരുമുണ്ട്. വലിയൊരു കുടുംബത്തിലെ സ്ത്രീയാണ് എന്നെ പ്രസവിച്ചത്. അതാരോടും പറയുവാൻ പാടില്ലാത്ത ഒരു വലിയ രഹസ്യമാണ്. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. പെട്ടെന്ന് ബബിതയുടെ മുഖഭാവത്തിന് മാറ്റം സംഭവിച്ചു. ആകാംക്ഷയോടെ അലീനയുടെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കുമ്പോൾ അലീന പറയുകയാണ്, ആ സ്ത്രീ ആരാണെന്ന് നിനക്കും അറിയാം. നീ കണ്ടിട്ടുണ്ട്, നീ സംസാരിച്ചിട്ടുണ്ട്, നീ അടുത്തിടപഴകിയിട്ടുമുണ്ട്. പക്ഷെ അതാരാണെന്ന് നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. അതെന്താ ചേച്ചി എന്നോടത് പറയാൻ പ്രയാസം? ഞാൻ ആരോട് പറയാനാണ്? മാത്രവുമല്ല, എത്രയും വേഗം മരിക്കുവാനിരിക്കുന്ന ഞാൻ ഇത് എവിടെ പോയി കൊട്ടിഘോഷിക്കാനാണ്? ബബിതയുടെ ആ സംസാരത്തിന്റെ മുൻപിൽ കാര്യങ്ങളൊക്കെ തുറന്ന് അവളോട് പറയുവാൻ സമയമായിരിക്കുന്നു എന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അവൾ ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് അലീനയുടെ ഫോണിലേക്ക് സ്റ്റാൻലി ജോസഫിന്റെ കോൾ വരുന്നുണ്ട്. ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൾ വളരെ ബോധപൂർവം ബബിത കേൾക്കുവാൻ വേണ്ടി തന്നെ പപ്പ പപ്പ എന്ന് ആവർത്തിച്ചു വിളിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് പിന്നെയും ജിജ്ഞാസ വർദ്ധിച്ചു. കോൾ കട്ടായി കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ആരെയാണ് ഈ പപ്പ പപ്പ എന്ന് വിളിച്ച് സംസാരിച്ചത്? അത് എൻ്റെ പപ്പയാണ്. പപ്പയോ? പപ്പ എന്ന് വെച്ചാൽ? ആ, എൻ്റെ സ്വന്തം പപ്പ. അത് കേട്ടപ്പോഴേക്കും ബബിതയുടെ കണ്ണു വിഴിഞ്ഞു. അവൾ ചോദിക്കുകയാണ്, ശരിക്കും? അതെ, ശരിക്കും എൻ്റെ പപ്പ തന്നെയാണ്. എങ്ങനെ കണ്ടുപിടിച്ചു? അച്ഛൻ കാട്ടിത്തന്നു. അച്ഛനോ? അതെ. അച്ഛൻ എങ്ങനെ കണ്ടുപിടിച്ചു അലീന ചേച്ചിയുടെ പപ്പയെ? അച്ഛൻ അറിയാമായിരുന്നു. ബബിത ഒന്ന് നിവർന്നിരുന്നു. അവൾക്ക് വിശ്വാസമാകുന്നില്ല. എവിടെയാ അലീന ചേച്ചിയുടെ പപ്പയുടെ വീട്? കുളത്തുപുഴ. പപ്പയുടെ അടുത്തായിരുന്നോ അലീന ചേച്ചി ഇത്രയും നാളും? അതെ. എന്നിട്ട് എന്നോടൊക്കെ പറഞ്ഞത് വേറെ എവിടെയോ ജോലിയാണെന്നല്ലേ? സോറി മോളെ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറയേണ്ടി വന്നു. ഒരു പ്രതിഷേധം, അമർഷം, ദേഷ്യം എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് ബബിതയെ വികാര വിക്ഷുബ്ധയാക്കുന്നത് അവളുടെ മുഖത്തും കണ്ണിലും അലീന കണ്ടു. അലീന ബബിതയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, സോറി മോളെ. ബബിത പെട്ടെന്ന് കൈ കുതറിച്ചു. അച്ഛനും രോഹിത്തേട്ടനും മനുവേട്ടനും ഒക്കെ അറിയായിരുന്നു അല്ലേ അലീന ചേച്ചിയുടെ സ്വന്തം പപ്പയുടെ കൂടെയാണ് ചേച്ചിയെന്ന്? അവൾ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് അത് ചോദിച്ചത്. അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ട് എന്നോട് മാത്രം സത്യം ആരും പറഞ്ഞില്ല. എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. അഡ്രസ്സ് ഞാൻ ചോദിച്ചു, തന്നില്ല. എന്തിനായിരുന്നു അലീന ചേച്ചി എന്നെ എല്ലാം ഒളിപ്പിച്ചു വെച്ചത്? മോളെ, അത് പറയാൻ പാടില്ലായിരുന്നു. ബബിത വിസമ്മത രൂപേണ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ചലിപ്പിച്ചു. എന്നിട്ട് ചോദിക്കുക, എന്നിട്ട് ഇപ്പോഴോ? ഇപ്പോഴും പറയാൻ പാടില്ല. പക്ഷേ നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അത് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇതുവരെ സ്നേഹം ഇല്ലായിരുന്നോ? മോളെ, നീ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞില്ലേ? വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ കഥ നിന്നോട് പറഞ്ഞാൽ, ഞാൻ ആരാണെന്നറിഞ്ഞാൽ നിനക്കൊരു മനംമാറ്റം ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാനിതിപ്പോൾ നിന്നോട് പറയാമെന്ന് വെച്ചത്. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. പറഞ്ഞാലും എനിക്ക് ഒരു മനംമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ബബിതേ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ബാക്കി പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കേൾക്കണ്ട. ബബിത പെട്ടെന്ന് പുതപ്പെടുത്ത് മുകളിലേക്കിട്ട് കിടന്നു കളഞ്ഞു. അതും മറുവശത്തേക്ക് പുറംതിരിഞ്ഞ്. അല്പം കഴിഞ്ഞപ്പോൾ എന്തോ പിറുപിറുക്കുന്നത് കേട്ടു. ആ ശബ്ദം എനിക്കറിയായിരുന്നു. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആരെയും.
അലീന അത് കേട്ടുകൊണ്ട് അവൾക്കൊപ്പം കിടന്നു. വലത് കരം കൊണ്ട് അവളെ മെല്ലെ കെട്ടിപ്പിടിച്ചു. പക്ഷേ പെട്ടെന്ന് ബബിത ആ കൈയെടുത്തു മാറ്റി. വേണ്ട, എനിക്ക് വേണ്ട ഈ കള്ള സ്നേഹം. ഇത്രയും നാൾ പറ്റിച്ചതൊക്കെ മതി. എനിക്കിഷ്ടമല്ല മോളെ. കള്ളസ്നേഹമൊന്നുമല്ല. ശരിക്കും നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് താമസിക്കുമോ? അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്ക് നിന്നോടുള്ള സ്നേഹം അറിയാവുന്നത് കൊണ്ടല്ലേ അച്ഛൻ അതിന് അനുവദിച്ചത്. വേണ്ട, എനിക്ക് വേണ്ടി അലീന ചേച്ചി ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. എനിക്ക് ഇഷ്ടമല്ല. ഇനി എന്നോട് സംസാരിക്കുകയും വേണ്ട. ഈ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയി മാറിക്കിടന്നാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. ബബിതേ, നീ എന്നെ വെറുത്തോ? വേണമെങ്കിൽ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിക്കോ. ഒക്കെ ഞാൻ സഹിച്ചോളാം. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കണം നീ. ബബിത ഒന്ന് തിരിഞ്ഞു അലീനയെ തുറച്ചു നോക്കി. അപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, ഞാൻ ഈ രാത്രിയിൽ തന്നെ പോയിക്കൊള്ളാം. പക്ഷേ നീ കേൾക്കണം എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. എന്തിന് നിങ്ങളിത് മറച്ചു വെച്ചു? അലീന ചേച്ചിക്കൊരു പപ്പയുണ്ടെന്ന് അറിയുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ? അലീന ചേച്ചി സ്വന്തം പപ്പയുടെ കൂടെയാണ് താമസിക്കുന്നത് എന്നറിഞ്ഞാൽ അമ്മയും അച്ഛനും തമ്മിലുള്ള പിണക്കം മാറിയനെ. അച്ഛൻ അലീന ചേച്ചിക്ക് വേണ്ടതെല്ലാം തന്ന് എവിടെയോ രഹസ്യമായിട്ട് താമസിപ്പിച്ചിരിക്കുകയാണെന്നായിരുന്നു അമ്മയുടെ സംശയം. അച്ഛന് പറയാമായിരുന്നല്ലോ അലീന ചേച്ചി സ്വന്തം പപ്പയുടെ അടുത്താണെന്ന്. എന്തായാലും അച്ഛനല്ലേ കണ്ടുപിടിച്ചത് അലീന ചേച്ചിയുടെ പപ്പയെ? അതേ മോളെ, പക്ഷേ എൻ്റെ പപ്പ ആരാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. അതെന്താണ്? അലീന ചേച്ചിയുടെ പപ്പ വല്ല ക്രിമിനലുമാണോ? ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? അലീന ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പപ്പ ഒരു റിട്ടയർഡ് ലെഫ്റ്റനൻ്റ് കേണലാണ്. പേര് സ്റ്റാൻലി ജോസഫ്. കുളത്തുപുഴയിൽ പപ്പയ്ക്കൊരു റബ്ബർ തോട്ടമുണ്ട്. വലിയ ബംഗ്ലാവുണ്ട്. കാറുകളുണ്ട്. പപ്പയ്ക്ക് ഭാര്യയും മക്കളുമുണ്ട്. പപ്പ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ജനിച്ചവളാണ് ഞാൻ. പക്ഷേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പപ്പയ്ക്ക് അറിയില്ലായിരുന്നു. അതെങ്ങനെ അറിയാതെ പോയി? പട്ടാളത്തിലായിരുന്നപ്പോൾ ഒരു പെണ്ണിനെ പപ്പ സ്നേഹിച്ചു. ആഗ്രയിലായിരുന്നു അന്ന് പപ്പ. ഹിന്ദിക്കാരിയാണോ സ്നേഹിച്ചേ? അല്ല, മലയാളി പെണ്ണ്. പപ്പയും ആ പെണ്ണും കൂടി കുറെ കാലം ഒന്നിച്ച് താമസിച്ചു. ആ സ്ത്രീ ഗർഭിണിയായിരുന്ന സമയത്ത് പപ്പയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അനങ്ങുവാൻ പോലും വയ്യാതെ മാസങ്ങളോളം പപ്പ ആശുപത്രിയിൽ കിടന്നു. നാട്ടിൽ വെച്ചാണ് ആ അപകടമുണ്ടായത്. പപ്പ സ്നേഹിച്ച പെണ്ണ് അതൊന്നും അറിയുന്നില്ല. ആഗ്രയിൽ എവിടെയോ ഒരു വാടക വീട്ടിൽ പപ്പ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. എൻ്റെ ചേച്ചി ഒരു ഫോൺ കോൾ മതിയായിരുന്നല്ലോ ഇതൊക്കെ അറിയിക്കാൻ, അല്ലെങ്കിൽ ഒരു SMS. ബബിത തർക്കിക്കുകയാണ്. എൻ്റെ മോളെ, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. 4 നൂറ്റാണ്ട് മുമ്പ് നടന്ന സംഭവമാണെന്ന് ഓർക്കണം. STD സൗകര്യം പോലും ഇല്ലായിരുന്നു അത്രേ. അതിനിടയ്ക്ക് ആ പെണ്ണിൻ്റെ വീട്ടുകാർ എൻ്റെ പപ്പയും അവരും തമ്മിൽ സ്നേഹമാണെന്നും ഒന്നിച്ച് താമസിക്കുകയാണെന്നും ഒക്കെ അറിഞ്ഞു. അവരാഗ്രയിൽ ചെന്ന് പപ്പയുടെ ആളിനെ കൂട്ടിക്കൊണ്ടുപോയി. പപ്പയുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കണമെന്ന് ആ പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോൾ ബബിത വീണ്ടും ചോദിക്കുകയാണ്, ഈ മിലിറ്ററിയിൽ ജോലിയൊക്കെയുള്ള ആളല്ലേ, പിന്നെ എന്താ സമ്മതിച്ചാൽ? പപ്പ ക്രിസ്ത്യാനിയാണ്. പപ്പ സ്നേഹിച്ച പെണ്ണ് ഹിന്ദു. ഇന്നത്തെ പോലെ അല്ല അന്ന്. മതം മാറി കല്യാണം കഴിക്കുന്നതൊക്കെ ഭയങ്കര അപമാനമാണ് കുടുംബക്കാർക്ക്. പെണ്ണിന് ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യവുമില്ല. മിശ്രവിവാഹം എന്ന് പറയുന്നതൊക്കെ വലിയ വിപ്ലവമാണ്. പപ്പയുടെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒത്തുകൂടി. 2 കൂട്ടർക്കും കല്യാണം നടത്തുവാൻ താല്പര്യമില്ല. അവരൊത്തുചേർന്ന് പിന്നീട് ഒരു കള്ളക്കഥയുണ്ടാക്കി. പപ്പയുടെ കല്യാണം വീട്ടുകാർ നിർബന്ധിച്ച് നടത്തി കഴിഞ്ഞെന്ന് പപ്പ സ്നേഹിച്ച പെണ്ണിനെ അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പ്രസവമെടുക്കാറായതുകൊണ്ട് വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിച്ചു കളയുവാൻ അവർക്ക് സാധിച്ചില്ല. നെയ്യാറ്റിൻകരയിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് അതിരഹസ്യമായിട്ട് പ്രസവം നടന്നു. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് കഴക്കൂട്ടത്തെ അനാഥാലയത്തിന് കൊടുത്തു. കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയെന്ന് അതിൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അലീനയുടെ വിശദീകരണം കേട്ടുകൊണ്ട് ബബിത കട്ടിൽ നിന്നും മെല്ലെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് അവിശ്വാസത്തോടെ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ ചേച്ചി? അന്നത്തെ കാലത്ത് അങ്ങനെ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു. ചേച്ചി, ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീക്ക് ഇതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അവരെവിടെ പോയി അന്വേഷിക്കും മോളെ? ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യമില്ല പെണ്ണിനന്ന്. ഉടൻ വരാമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയ ആളിനെ കാണുന്നില്ല. ആ മനുഷ്യൻ വേറെ കല്യാണം കഴിച്ചു എന്നറിയുന്നു. അച്ചടിച്ച വെഡ്ഡിംഗ് കാർഡ് ഉൾപ്പെടെ കാണിക്കുന്നു. വ്യക്തമായിട്ട് വേറെ എന്തൊക്കെയോ തെളിവുകൾ. ഒരു പെണ്ണിന് അവയെല്ലാം വിശ്വസിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ പറ്റും? കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? മരിച്ചുപോയി എന്നാണല്ലോ അറിഞ്ഞത്. സ്നേഹിച്ച് വിശ്വസിച്ചവൻ ചതിച്ചു, വേറെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞപ്പോഴത്തെ ഷോക്ക് അത് മാറിയിട്ടില്ല. ഹോസ്പിറ്റലിൽ വെച്ചാണ് പ്രസവം നടത്തിയത്. അന്നത്തെ കാലത്ത് ഡോക്ടർമാർക്കും നേഴ്സസിനും ഒക്കെ പൈസ കൊടുത്ത് എല്ലാം രഹസ്യമായിട്ട് അവർ ഏർപ്പാടാക്കി. എന്നാലും ഈ ഹോസ്പിറ്റലിൽ കിടന്നയാൾക്ക് അവിടുന്ന് ഇറങ്ങിയപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അന്വേഷിച്ചു. പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാരയാളെ ആട്ടി ഓടിച്ചു. പെണ്ണവിടെ ഇല്ല. വടക്കേ ഇന്ത്യയിൽ എവിടേക്കോ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അവരെ വേറെ കല്യാണം കഴിപ്പിച്ചു എന്ന്. പിന്നെ എന്തു ചെയ്യാനാ? അപ്പോൾ ബബിത ഒന്നും അറിയാതെ ചോദിക്കുകയാണ്,
എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായി ചേച്ചി? അതല്ലേ മോളെ ഈ ഇരിക്കുന്ന ഞാൻ. പെട്ടെന്നൊരു ചെറിയ ചമ്മലോടെ ബബിത പറയുകയാണ്. ഷോ, അക്കാര്യം ഞാനങ്ങ് വിട്ടുപോയി. എന്നിട്ട് അന്നു മുതൽ ചേച്ചി അനാഥാലയത്തിലാ? 23 വർഷം. ഈ കഥയൊക്കെ അലീന ചേച്ചി എങ്ങനെ അറിഞ്ഞു? അനാഥാലയത്തിൽ ഇരിക്കുമ്പോഴേ ഇതൊക്കെ അറിയായിരുന്നോ? ഇല്ല, എനിക്കൊരു അമ്മയുണ്ടെന്ന് മാത്രം അറിയാമായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ബാക്കി പപ്പയും. ഇതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലുണ്ടല്ലോ ചേച്ചി. വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അച്ഛൻ എങ്ങനെ അറിഞ്ഞു അലീന ചേച്ചിയുടെ കഥ? അതാ എനിക്കിപ്പോൾ അതിശയം. അച്ഛൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പക്ഷേ അലീന ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ സംശയത്തിന് മറുപടി കിട്ടിയിട്ടില്ല. അലീന ചേച്ചിയുടെ പപ്പ, എന്താ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്? ബബിതയുടെ ആ ചോദ്യം കേട്ടപ്പോൾ അലീന അഭിമാനത്തോടെ ദൃഢമായി പറയുകയാണ്, ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫ്. ശരി, ആയിക്കോട്ടെ. അലീന ചേച്ചിയുടെ പപ്പ അതാണെന്നും അലീന ചേച്ചി ആ ആളുടെ കൂടെയാണെന്നും ഞങ്ങൾ അറിഞ്ഞാൽ എന്താ ഇത്ര കുഴപ്പം? മോളെ, നീയോ കൃഷ്ണയോ രോഹിത്തോ അറിഞ്ഞാലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അമ്മ അറിയരുത്. എൻ്റെ അമ്മയോ? അതെ, അമ്മ അറിഞ്ഞാൽ എന്താ? അമ്മ അറിഞ്ഞാൽ എല്ലാം തകരും മോളെ അതോടെ. എനിക്കതങ്ങോട്ട് മനസ്സിലാവണില്ല. ചേച്ചി ഒന്ന് തെളിച്ചു പറയുമോ? അലീന ശ്വാസമടക്കി ബബിതയുടെ മിഴികളിലേക്ക് നോക്കി. എൻ്റെ അമ്മയാരാണെന്ന് നീ ചോദിച്ചല്ലോ. അലീന ചേച്ചി പറ. ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛനറിയാവോ അതാരാണെന്ന്? അറിയാം. അലീന ബബിതയുടെ കൈപ്പത്തിയെടുത്ത് മുറുകെ പിടിച്ചു. അവളുടെ മുഖത്തേക്ക് പാരവശ്യത്തോടെ നോക്കി. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പപ്പ അന്ന് സ്നേഹിച്ചത് ഇവിടുത്തെ അമ്മയായിരുന്നു മോളെ. അലീന ഒരു വീർപ്പുമുട്ടലോടെയാണത് പറഞ്ഞത്. ബബിത ഒരു കടങ്കഥ കേട്ടതുപോലെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എവിടെ നിന്നോ പറന്നു വന്ന് പച്ചിലയ്ക്ക് മീതെ ചിറകനക്കാതെ ഇരിക്കുന്നൊരു ചിത്രശലഭത്തെ പോലെ. അവൾക്കൊന്നും മനസ്സിലായില്ലെന്ന് അലീനയ്ക്ക് തോന്നി. നിന്നെ പ്രസവിച്ച അമ്മ തന്നെയാണ് എന്നെയും പ്രസവിച്ചത്. ഞാനും നീയും രോഹിത്തും കൃഷ്ണമോളുമെല്ലാം ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാ മോളെ. വികാരാധിക്യം കൊണ്ട് അലീനയുടെ ശബ്ദം വിറയാർന്നു. ബബിതയുടെ മുഖത്തൊരു ഭാവപ്പകർച്ച വന്നു. അതൊരു ഷോക്കാണ്. നിഷേധരൂപേണ അവൾ തലയാട്ടി. അലീന അപ്പോൾ വീണ്ടും പറയുകയാണ്, അച്ഛനും മനുവേട്ടനും ഒക്കെ അറിയാമെല്ലാം. പക്ഷേ അമ്മയ്ക്കറിയില്ല ഞാൻ അമ്മയുടെ മോളാണെന്ന്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം പോലും അമ്മയ്ക്കറിയില്ല. അമ്മ അതറിഞ്ഞാൽ ഈ കുടുംബം പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാം മറച്ചു വെച്ചത്. ഗദ്ഗതം മൂലം അലീനയുടെ ഒച്ചയടഞ്ഞു. കണ്ണിൽ വെള്ളം നിറഞ്ഞു. ബബിത തൻ്റെ മുൻപിലിരിക്കുന്നത് കാണാം, അനക്കമറ്റ് നിർജീവമായൊരു നോട്ടത്തോടെ. വീണ്ടും അലീന അവളെ ഉറ്റുനോക്കിക്കൊണ്ട് വിളിക്കുകയാണ്, മോളെ. പ്രതികരണമൊന്നുമില്ല. അലീന ഒരു തേങ്ങലോടെ അവളെ ആശ്ലേഷിച്ചു. ബബിത വാടിപ്പോയെന്ന് അവൾക്ക് തോന്നി. അലീനയുടെ കരവലയത്തിനുള്ളിൽ അവളങ്ങനെ തളർന്നു കിടന്നു. അടുത്തതായി കാണുന്നത് കൊല്ലപ്പള്ളിയിലെ ദൃശ്യങ്ങളാണ്. വൈജയന്തിയുടെ കഠിന തീരുമാനത്തിന് തെല്ലുമയവില്ലെന്ന് കണ്ട് ശിവശങ്കരമേനോൻ ആശങ്കാകുലനായി. പിടിച്ചാൽ കിട്ടാത്തിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അയാൾ പറയുകയാണ്, ജയന്തി, വക്കീലിനെ കാണുന്നതും ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതും ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. നമ്മൾ ചില പാലങ്ങൾ കടന്നാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാതെ ആയേക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാലം പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. എനിക്കിനി ആ പാലം വേണ്ട ശിവേട്ട. പക്ഷേ നിന്റെ മക്കൾക്കത് വേണമല്ലോ. ശരി, ശിവേട്ടൻ തന്നെ പറ. അവളെ വിളിച്ചുകൊണ്ടുവന്ന് ആ വീട്ടിൽ താമസിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര ദിവസമായി? എനിക്ക് അവളുടെ നിഴല് കാണുന്നത് പോലും വെറുപ്പാണെന്ന് ബാലേട്ടൻ അറിയാം. അതറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇതൊക്കെ? എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്നുകൊണ്ട് കൊഞ്ഞകുത്തിയും പല്ലിളിച്ചും കാണിക്കുക. ഇപ്പം ബബിതയ്ക്ക് എന്താ കുഴപ്പം? അവൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്ന് സ്കൂളിൽ വെച്ച് കൃഷ്ണമോളെ കണ്ടപ്പോൾ പറഞ്ഞു. പിന്നെ ആർക്കു വേണ്ടിയാ മറ്റവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എല്ലാം ഒരു മറയല്ലേ ശിവേട്ട. എൻ്റെ ഭർത്താവായിരുന്നുകൊണ്ട് ഇനി അത് വേണ്ട തൽക്കാലം. ഇത്രയും നാൾ അവളെ എവിടെയാണ് താമസിപ്പിച്ചിരുന്നതെന്ന് ശിവേട്ടൻ അറിയുമോ? ചോദിച്ചാൽ ആരോടും പറയില്ല. അന്നേ എനിക്ക് സംശയം തുടങ്ങിയതാ. എവിടെയോ വാടക വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു അവളെ. ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ സൗകര്യമുണ്ട്. എന്തിനാ ഒളിച്ചുകളി? ഇനി മുതൽ നേരിട്ടായിക്കോട്ടെ. ഒരു ചാൻസ് കിട്ടിയപ്പോൾ ചാടി അങ്ങ് വീണത് കണ്ടില്ലേ അവള്? വൈജയന്തിയുടെ മുഖത്ത് അമർഷം കത്തിക്കാളുകയാണ്. അത് കേട്ടുകൊണ്ട് കമല ചോദിക്കുകയാണ്, ഈ ഡിവോഴ്സിനൊക്കെ പോയാൽ കുട്ടികളുടെ കാര്യം എന്താവും വൈജയ്? ഞാൻ മാത്രം കുട്ടികളെ ഓർത്ത് ഇത്ര തലപുണ്ണാക്കാൻ എൻ്റെ മാത്രമല്ലല്ലോ കുട്ടികൾ. നമ്മൾ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചാലും ക്ഷമിച്ചാലും അവരുടെ അക്കൗണ്ടിൽ അത് കാണുമോ? കടമ ചെയ്തു എന്ന് മാത്രമേ പറയൂ. പിന്നെ മക്കളാരും തീരെ ഉള്ള കുട്ടികളൊന്നും അല്ലല്ലോ. പറക്കം മുറ്റിയതും മുറ്റാറായതും ഒക്കെ തന്നെയാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഉടനെ വീണ്ടും ശിവശങ്കരമേനോൻ ചോദിക്കുകയാണ്, നിന്റെ മക്കൾ എന്തുകൊണ്ടാണ് അലീനയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നതെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വൈജയ്? എൻ്റെ ശിവേട്ട, വാതിൽ തുറക്കുമ്പോഴെല്ലാം അവളെപ്പോലെ തേനും പാലും ഒഴുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവൾ സകല അഭ്യാസവും പഠിച്ചിട്ടിറങ്ങിയവളാ. അവൾക്ക് ജീവിക്കണമെങ്കിൽ അത് വേണം. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല.
വൈജയന്തി കടുകിട പോലും വ്യതിചലിക്കില്ലെന്ന് ശിവശങ്കരമേനോന് ബോധ്യപ്പെട്ടു. തുടർന്ന് വീണ്ടും കാണുന്നത് ബബിതയെ തന്നെയാണ്. ബബിത നല്ല ഉറക്കത്തിലായിരുന്നു. ഞെട്ടിപ്പിണഞ്ഞാണ് അവൾ കണ്ണു തുറന്നത്. ഏതോ ദുസ്വപ്നത്തിന്റെ വിളുമ്പിൽ നിന്നും അത്യഘാതമായ ഗർത്തത്തിലേക്ക് വീഴുന്നതിനിടയിൽ ഉറക്കമുണർന്നതുപോലെ. കണ്ടുകൊണ്ടിരുന്ന പേക്കിനാവിന്റെ വിശദാംശങ്ങൾ പോലും അരനിമിഷം മുൻപ് വരെ അവൾക്ക് ഓർമ്മയിലുണ്ടായിരുന്നു. ഉണർന്നുവെന്നും മുറിയിലെ കിടക്കയിലാണെന്നും തിരിച്ചറിയുവാനെടുത്ത അരനിമിഷത്തിനു ശേഷം അവൾ ദുസ്വപ്നത്തെക്കുറിച്ച് ഓർമ്മിക്കുവാൻ ശ്രമിച്ചു. എന്തായിരുന്നു അത്? മണൽപ്പരപ്പിലൊഴിച്ച വെള്ളം വറ്റിയതുപോലെ സ്വപ്നരംഗങ്ങൾ അവളുടെ സ്മരണയിൽ നിന്നും മാഞ്ഞുപോയി. എവിടെയായിരുന്നു താൻ? ഏതവസ്ഥയിലായിരുന്നു? ഒന്നും അറിയില്ല. ദേഹം നല്ലതുപോലെ വിയർത്തിട്ടുണ്ട്, കിതയ്ക്കുന്നുണ്ട്. മുറിയിൽ കിടക്കവിളക്കിന്റെ വെളിച്ചമുണ്ടായിരുന്നു. തൊട്ടടുത്ത് അലീന കിടന്നുറങ്ങുന്നത് അവൾ കണ്ടു. തനിക്ക് അഭിമുഖമായി ലേശം ചെരിഞ്ഞാണ് കിടപ്പ്. തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന കൈ വയറിനു മീതെ നിന്ന് ഊർന്നു വീണിരിക്കുന്നു. ബബിത എഴുന്നേറ്റിരുന്നു. തനിക്ക് ദാഹിച്ചാൽ കുടിക്കുവാൻ വേണ്ടി അലീന ചേച്ചി ഗ്ലാസ്സിൽ മൂടി വെച്ചിരുന്ന വെള്ളം മേശപ്പുറത്തു നിന്നെടുത്ത് അവൾ കുടിച്ചു. ഒരു ഗ്ലാസ്സിൽ കട്ടൻ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. അലീനയെ തന്നെ നോക്കിക്കൊണ്ട് അവൾ കിടക്കയിലിരുന്നു. വെളിച്ചം പോരാ, മുഖം ശരിക്ക് കാണാൻ വയ്യ. ബബിത ചുവരിലെ സ്വിച്ച് ബോർഡിലേക്ക് കൈനീട്ടി ലൈറ്റിട്ടു. പൊടുന്നനെ വന്ന വെളിച്ചത്തിന്റെ പ്രതിഫലനം അലീനയുടെ ഉപബോധ മനസ്സുവരെ എത്തിയെന്ന് തോന്നി. ചെറിയൊരു അസ്വസ്ഥതയോടെ അലീന ഒന്ന് ഇളകിക്കിടന്നു. ബബിത അവളെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. നെറ്റിയുടെ പാതിയും ഒരു കണ്ണും മറച്ചു വീണു കിടന്ന മുടിയിഴകൾ മാടി ഒതുക്കി വെച്ചിട്ട് വീണ്ടും നോക്കി. ഇപ്പോൾ മുഖം ശരിക്കും കാണാം. അവൾ പതിയെ കൈനീട്ടി അലീനയുടെ മുടിയിലും തോളത്തും കൈത്തണ്ടയിലും മൃദുവായി സ്പർശിച്ചു. അപ്പോഴെല്ലാം നേരിയ വൈദ്യുതി പ്രസരിച്ചതുപോലെ വിരലുകളിൽ കോരിത്തരിപ്പുണ്ടായി. അലീന ചേച്ചി ആദ്യം ഈ വീട്ടിൽ ജോലിക്കാരിയായി വന്നതിന് ശേഷമുള്ള അനേകം സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. പല പല ചിത്രങ്ങൾ തെളിഞ്ഞു. അച്ഛൻ, അമ്മ, രോഹിയേട്ടൻ, മനുവേട്ടൻ, കൃഷ്ണമോൾ, താൻ, ഇവർക്കെല്ലാം ഇടയിൽ അലീന ചേച്ചിയും. അലീന ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നതും ബബിത അവളുടെ കവളത്ത് തൊട്ടിരുന്ന കൈ പെട്ടെന്ന് പിൻവലിച്ചു. അലീന കണ്ണുമിഴിച്ച് ബബിതയെ നോക്കി. നീ എന്താ മോളെ എഴുന്നേറ്റിരിക്കുന്നേ? ബബിത ഒന്നും മിണ്ടിയില്ല. നേരം വെളുത്തോ? ബബിത കണ്ണടച്ചു കാണിച്ചു. കിടക്ക്. ഇത് പറഞ്ഞുകൊണ്ട് അലീന ബബിതയെ പിടിച്ചു വീണ്ടും കിടത്തി. നീ എപ്പോഴാണ് എഴുന്നേറ്റത്? അറിയില്ല. ഉറക്കം വരുന്നില്ലേ നിനക്ക്? ആ. പിന്നെ എന്തിനാണ് ലൈറ്റ് ഇട്ടത്? അത് കാണാൻ വേണ്ടിയാ. എന്നെ കാണാൻ വേണ്ടിയോ? എന്നെ നീ കണ്ടിട്ടില്ലേടി? ഇല്ല. അലീന അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് കവിളത്ത് തലോടിക്കൊണ്ട് വീണ്ടും പറയുകയാണ്, ഉറങ്ങിക്കോ കേട്ടോ. ഉടനെ ദലമർമരം പോലെ നേർത്ത ശബ്ദത്തിൽ ബബിത ചോദിക്കുകയാണ്, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അലീന തന്നെ അവളുടെ കരമെടുത്ത് തൻ്റെ മേൽ വെച്ചു. ബബിത അവൾക്ക് അഭിമുഖമായി കിടന്നു. അല്പം ഊർന്നിറങ്ങി അവളുടെ തോളത്തേക്ക് മുഖമർപ്പിച്ചു. അലീനയുടെ പുറത്തുകൂടി ചുറ്റിയിരുന്ന അവളുടെ കൈ ക്രമേണ മുറുകി മുറുകി വന്നു. തൻ്റെ ചുമൽ നനയുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അവൾ ബബിതയുടെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചെങ്കിലും കെട്ടിപ്പിടിച്ചതിൻ്റെ മുറുക്കം കൊണ്ട് അനങ്ങാൻ കഴിഞ്ഞില്ല. കരച്ചിലിന് ശബ്ദമില്ല, എന്നാലും ശക്തിയായി ഏങ്ങലടിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടത്ര ശ്വാസം കിട്ടുന്നില്ലെന്ന് അലീനയ്ക്ക് തോന്നി. ചുടുകണ്ണീർ വീണ് തോൾ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഒടുവിൽ അലീനയ്ക്കും കരച്ചിൽ വന്നു. തുടർന്ന് കാണുന്നത് അലീന ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതാണ്. കുറേ മുൻപോട്ട് പോയതിനു ശേഷം ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയിട്ട് അലീന ചാർജ് കൊടുത്തു. ഓട്ടോയുടെ സീറ്റിൽ നിന്നും ഷോപ്പിംഗ് ബാഗ് എടുത്തു. എന്നിട്ട് അഴുക്ക് ചാലിനപ്പുറത്തേക്ക് നോക്കി. അപ്പോൾ ഓട്ടോ ഡ്രൈവർ ചോദിക്കുകയാണ്, ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട, അവൾ ഓട്ടോ പറഞ്ഞു വിട്ടു. തുടർന്ന് അഴുക്ക് ചാലിനു മീതെയുള്ള കോൺക്രീറ്റ് സ്ലാബിലൂടെ മറുവശം കടന്നു. ശരണ്യയുടെ വീട്. ഇവിടെ ആദ്യം വന്നത് അവൾ ഓർത്തു. ഒരു ജനക്കൂട്ടം തനിക്ക് ചുറ്റും ഇരമ്പുകയാണ്. വലിച്ചിഴയ്ക്കുന്നു, മർദ്ദിക്കുന്നു, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുവാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ ഓടി വന്ന് തന്നെ രക്ഷപ്പെടുത്തുന്നു. ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. എന്നിട്ടും അതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതുപോലെ അലീനയ്ക്ക് തോന്നി. താൻ തന്നെയായിരുന്നു ആ പെൺകുട്ടി. അവൾ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ശരണ്യയുടെ വീട് അന്നത്തെ പോലെ തന്നെ. വാതിൽക്കലെത്തിയിട്ട് അലീന ഉച്ചത്തിൽ ആത്മഗതം നടത്തുകയാണ്. ഇവിടെയെങ്ങും ആരും ഇല്ലേ? മുറ്റത്താരുടെയോ ശബ്ദം കേട്ട് ശ്രീലത കിച്ചണിൽ നിന്ന് വന്ന് മുൻവാതിൽ തുറന്ന് അല്പം പുറത്തേക്ക് തല നീട്ടി. മുറ്റത്ത് അലീനയെ കണ്ട് അവർ അത്ഭുത സ്തബ്ധയായി. അയ്യോ, എൻ്റെ ഈശ്വര, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വാ. ഉടനെ അലീനെ ആകാംക്ഷ നിറഞ്ഞൊരു പുഞ്ചിരിയോടുകൂടി ചോദിക്കുകയാണ്, എൻ്റെ പെങ്കൊച്ചെവിടെ? ഇവിടെ ഇല്ലേ? പെട്ടെന്ന് ശ്രീലത ഉറക്ക വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ ശരണ്യേ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ, ദേ ഇവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് കേട്ടുകൊണ്ട് അലീന ചോദിക്കുകയാണ്, അമ്മ എന്നെ കളിയാക്കുകയാണ് അല്ലേ? അപ്പോൾ പരിഭവത്തോടുകൂടി ശ്രീലത പറയുകയാണ്, പിന്നല്ലാതെ, എവിടെയായിരുന്നു ഇത്രയും നാളും? ഇങ്ങോട്ടൊന്നും വന്നു പോലുമില്ലല്ലോ. എൻ്റെ മോളത് എപ്പോഴും ഇവിടെ പറയുമായിരുന്നു. ഈ സമയത്ത് അലക്കാനുള്ള വസ്ത്രങ്ങൾ ബക്കറ്റിലെ സോപ്പ് വെള്ളത്തിൽ കുതിർത്തു വെക്കുകയായിരുന്നു ശരണ്യ. അമ്മ വിളിക്കുന്നത് കേട്ടുകൊണ്ട് ദേ വരുന്നമ്മയെന്ന് ഉദാസീനയായി പറഞ്ഞിട്ട് ടാപ്പ് തുറന്നു വെള്ളമെടുത്ത് കയ്യിലെ സോപ്പ് വെള്ളം കഴുകിക്കളഞ്ഞു.
പിൻമുറ്റത്തുകൂടി തന്നെ നടന്ന് അവൾ മുൻഭാഗത്തേക്കെത്തി. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ശരണ്യ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നുപോയി. അലീന ചേച്ചി! അലീനയും അപ്പോൾ അവളെ കണ്ടു. തന്നെ ഓർക്കാപ്പുറത്ത് കണ്ട ശരണ്യയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നതും ഓടി വരുവാനുള്ള വെമ്പലിൽ അവളുടെ മനസ്സ് കുതികൊണ്ടതും ചുണ്ടിൽ അത്യാഹ്ലാദത്തിന്റെ പുഞ്ചിരി പൂത്തതും എല്ലാം അടക്കി പിണങ്ങിയ കുട്ടിയെപ്പോലെ അവൾ ഗർവിച്ചതും അലീന തിരിച്ചറിഞ്ഞു. ആഹാ, അവിടെ എന്താ നിന്ന് കളഞ്ഞത്? ഇങ്ങു വാ. ശരണ്യ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. അപ്പോൾ ശ്രീലത പറയുകയാണ്, കെറോ അവൾക്ക്. ഹാ, വലിയ ഗമ കാണിക്കാതെ ഇങ്ങോട്ട് വാടി. അലീന വാത്സല്യപൂർവ്വം അവളെ വിളിച്ചു. ശരണ്യ മുഖം ചെരിച്ച് കൊച്ചുകുട്ടിയെപ്പോലെ വിസമ്മത ഭാവത്തിൽ ശിരസ്സനക്കി. അലീന ശരണ്യ നിൽക്കുന്നിടത്തേക്ക് ചെന്നു. ശരണ്യ അപ്പോൾ 2 ചുവട് പിന്നോക്കം മാറി. എന്നിട്ട് അലീനയെ നോക്കാതെ മുഖം താഴ്ത്തി വീടിന്റെ പുറം ഭിത്തിയിൽ ചാരി നിന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഒപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.